ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ള നമ്മുടെ മാവേലിക്ക് നമ്മുടെ കിരൺ ബ്രോയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പോൾ നമ്മുടെ കാർ പോർച്ചിന്റെ വിശേഷങ്ങൾ നമ്മുടെ കിരൺ ബ്രോയോട് ചോദിക്കാം. ഹായ്. ഹലോ ഭായ്, എങ്ങനെയുണ്ട് നമ്മുടെ അഭിപ്രായം? മച്ചമ്പൻ അടിപൊളി വർക്കാണ് കേട്ടോ. ഞാൻ നെറ്റ് കണ്ടാണ് ഇവരെ പരിചയപ്പെടുന്നത്. പക്ഷെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ എങ്ങനെ വിചാരിച്ചോ അതിനെക്കാട്ടും ഒരു പടി ഉപരെയാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന കാര്യം. ഓക്കെ, താങ്ക് യു. അതൊക്കെ സംഭവം അടിപൊളിയാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഇതിന്റെ വർക്കിന്റെ ഇടയ്ക്ക് പല അഭിപ്രായങ്ങളും പറയും. ഈ ചെയ്തു തരുന്നവര് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സമീപനമാണ് എനിക്ക് പലയിടത്തും ഉണ്ടായുള്ളത്. പക്ഷേ ഇദ്ദേഹം നമ്മൾ പറയുന്നതിന്റെ പലരോടും ചേഞ്ചസ് എന്ത് വേണം അതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തു തരിക, ആ സമയത്തിന് ചെയ്തു തരിക, ഇത്രയും വീതിയിൽ ഭംഗിയിൽ നല്ലൊരു സെറ്റപ്പ്, അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. കരുനാപ്പള്ളി. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഒരു 24 അടി നീളവും അതേപോലെ തന്നെ ഒരു 20 അടി വീതിയുള്ള ഒരു കാർ പോർച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കാർ പോർച്ചിലുപരി നമ്മുടെ ഒരു പഴയ കാറ് ബൈക്കുകളുടെ ഒരു വലിയ കളക്ഷൻ ഈ ഒരു വീട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ കിരൺ ബ്രോയുടെ വിശേഷങ്ങൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഒരു സമയത്തിന്റെ കുറവ് കൊണ്ട് നമ്മുടെ ഇന്നിപ്പോ ഒന്നും പറഞ്ഞാൽ തീരത്തില്ല, അത്രയും വിശാലമായി കിടക്കുന്ന ഒരു വലിയ ഇതുണ്ട്, കാറിന്റെയും ബൈക്കുകളുടെ ഒരു ശേഖരമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇതുവരെയ്ക്കും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബൈക്കുകളും കാറുകളും ഉള്ള ഒരു വീടായത്. അപ്പോൾ നമുക്ക് കിരൺ ബ്രോയുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ ഇൻസ്റ്റയില് ഞാൻ യൂട്യൂബില്ല, ഇൻസ്റ്റയിൽ ഞാൻ അടുത്തതാണ് തുടങ്ങിയത്, കിരൺ സീറോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് കൊളാബ് കിട്ടാൻ മതി. ഓക്കെ, ഞാൻ കൊളാബ് തീർച്ചയായും ഫോളോ ചെയ്ത് നോക്കണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത അത്രയ്ക്ക് കാലപ്പഴക്കമുള്ള വണ്ടികൾ. ഈ ഒരു കാറ് തന്നെ ഏകദേശം 1959 ഇതിന്റെ ഒരു വിശേഷം എന്താണ്? നമ്മൾ 1959 മോഡൽ അംബാസഡർ ആണ്. ആദ്യത്തെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ആദ്യത്തെ അംബാസഡർ ഒന്ന്, അതായത് ബ്രിട്ടന്റെ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 എന്ന് പറഞ്ഞ വണ്ടി അവിടെ അംബാസഡർ എന്ന് ഇറങ്ങുന്നത്. ഇതാണ് ബ്രിട്ടീഷ് പേറ്റന്റ് ഉള്ള വണ്ടിയാണ്. അതെ, ആ ബ്രിട്ടീഷ് പേറ്റന്റ് ഉള്ള വണ്ടിയാണ് ഇത്. ആ പഴയ ഇപ്പൊ നമ്മുടെ എംബ്രാനിലെ കാണിച്ചത് ഇതാണ്, ലാൻഡ് മാസ്റ്റർ ആണ്. ഇതില് അതുപോലെ തന്നെ സെയിം ഈ ഗ്രില്ലും കാര്യങ്ങളും. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കാലല്ല ഡിമ്മും ബ്രൈറ്റും. എന്റെ ഡാഷ്ബോർഡ് പാനൽ ബോർഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം. വണ്ടിക്കകത്ത് കാണിച്ചു, അതിന്റെ കാറിനകത്ത് ഇതാ ആ കാലത്തെ ഒറിജിനൽ സ്റ്റിയറിംഗ് വീല്, ഇതാ ഇൻഡിക്കേറ്റർ നോബ്, ഇതാ ജാൽവ ഹോൺ എന്ന് പറയാം. ആ കാലഘട്ടത്തിലുള്ള ഹോണാണ്. ഇപ്പഴും എന്റെ ക്ലാരിറ്റി ഉണ്ടോ? അതായത് ബ്രിട്ടീഷുകാർ പഴയ മൈൽസ് മീറ്റർ, ബെഞ്ച് സീറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈയിടെ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ഇത് പത്തനംതിട്ട ഒരു മലയുടെ മണ്ടോഷം കയറിയായിരുന്നു. നല്ല പൊക്കമുള്ള ഒരു മല, ഇച്ചിരി കേടാൻ പാട് കിട്ടും, എന്നാലും വലിച്ചു കയറ്റി. അപ്പൊ ഇത് നമ്മള് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാധനം ഇവിടെ ഇന്ത്യയിൽ ഉള്ള അല്ലേ? ഇതിൽ റയറായിട്ടുള്ള ഐറ്റം ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഈ അംബാസഡർ OHV മാർക്ക് 1 എന്നാലും പിന്നീട് പേര് വന്ന OHV എന്ന വണ്ടിയാണ്. ആദ്യമായിട്ട് അതായത് ബ്രിട്ടീഷ് വണ്ടി, മോറിസ് ഓക്സ്ഫോർഡ് എന്ന വണ്ടിയാണ് ഇവിടെ അംബാസഡർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൊളാബ് ചെയ്ത് ഇവിടെ ഇറക്കുന്നത്, ആദ്യം കൊണ്ടുവരുന്നത് അല്ലേ? ഓക്കെ. ആദ്യത്തെ വണ്ടി ഇറങ്ങുന്ന കാലത്ത്, അതായത് 58 ഇറങ്ങുന്നത്, 59 മോഡൽ അംബാസഡർ കാർ ഇറങ്ങി അടുത്ത വർഷത്തെ ഒരു കാറായിരുന്നു. ലാൻഡ് മാസ്റ്ററിന് ശേഷം ഇറക്കുന്നതാണ് അംബാസഡർ വണ്ടി. അതിൽ ആദ്യത്തെ വണ്ടിയാണിത്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള പഴയ ഓടുന്ന വണ്ടികളിലൊന്നാണ്, അംബാസഡേഴ്സിലൊന്നാണ്. അത് ശരി. ഓക്കെ. നമ്മുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ബ്രോ നമ്മളെ ഇതൊന്നും ഇപ്പൊ കാണിച്ചില്ല, അടുത്ത പ്രാവശ്യം ബ്രോ ഇന്ന് നൈറ്റ് ഗൾഫിൽ പോവാം. ഓക്കെ, തീർച്ചയായും. പിന്നെ പിന്നീട് ഒരു ദിവസം കാണിക്കാം. നമ്മുടെ ഒരു പഴയ ഒരു 1945 ബൈക്ക് ഉണ്ട്, നോർമ എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ത്യ സിംഗിൾ പീസ് ആണ്. വേൾഡിൽ തന്നെ 10-12 വണ്ടിയേ ഉള്ളത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മോഡൽ ഈ വണ്ടി കാണിച്ചു. ഇത് കാണിച്ചായിരുന്നോ? ഇല്ല, ഇത് കണ്ട് നമ്മൾ വീഡിയോ ഇട്ടെങ്കിൽ ഇതിന്റെ വിശേഷങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. അത് ബ്രോ പറഞ്ഞെങ്കിൽ ഇത് യമഹ 350 എന്ന് പറയും, 6 സിലിണ്ടർ യമഹയാണ്. യമഹയുടെ ഏറ്റവും പവർഫുൾ മെഷീനാണ്. അത് 1983 30 bhp 6 സ്പീഡ് ഗിയർ ആയിട്ട് വണ്ടി എപ്പോഴും 160-150 ടോപ്പ് സ്പീഡ് അടിക്കാൻ കഴിവുള്ള വണ്ടിയാണ്. അത്രയ്ക്കും വലിയൊരു മെഷീനാണത്. ഇപ്പം ധോണിയൊക്കെ ഇതിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് ഫിലിം ഫീച്ചർ ചെയ്തപ്പോഴാണ് മലയാളികൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ഒരുപാട് മലയാളീസ് ഇതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ട്. ഇതവിടെ യമഹയുടെ പുതിയ വണ്ടി, ഇതവിടെ പഴയ വണ്ടി. യമഹയുടെ ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്, യമഹ ബ്ലൂ. അതുകൊണ്ട് രണ്ടും ബ്ലൂ ഒരു കോമ്പോയിൽ വെച്ചേക്കുന്നത്. ഓക്കെ. തീർച്ചയായും നമുക്ക് കിരൺ ബ്രോയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാത്രി നൈറ്റ് ഗൾഫിന് പോവുക. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തത്. ഇനി അടുത്ത നമ്മുടെ വരുന്ന പ്രാവശ്യം നമുക്ക് ഗൾഫിൽ നിന്ന് ലീവിന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു കളക്ഷൻ ഇതൊന്നും അല്ല, നമുക്ക് അതിന്റെ ഒരു കാൽഭാഗമല്ല, അതിന്റെ ഒരു 100% ആളുകൾ എല്ലാം സെറ്റ് ചെയ്യാം. ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻ ഈ വീട്ടിലുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കാണണം. ഓക്കെ.
ഓ